നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന PV അൻവറിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കിടെ അൻവറിനെ അനുനയിപ്പിക്കാൻ UDF നേതൃത്വത്തിന്റെ തീവ്ര ശ്രമം. PV അൻവറുമായി KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ ഇന്നലെ മഞ്ചേരിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. ഇന്ന് PK കുഞ്ഞാലിക്കുട്ടിയുടെ വസതിയിലെത്തിയ അൻവർ ഇപ്പോഴത്തെ സാഹചര്യം ലീഗ് നേതൃത്വത്തെ അറിയിച്ചു. ആര്യടൻ ഷൗക്കത്തിനെ അംഗീകരിച്ച് തിരഞ്ഞെടുപ്പിൽ മുന്നോട്ടു പോകണമെങ്കിൽ UDFന്റെ ഘടകകക്ഷിയാക്കണം എന്ന വിലപേശൽ തന്ത്രമാണ് തൃണമൂൽ കോൺഗ്രസ് കടുപ്പിച്ചത്. 2 ദിവസത്തിനകം തീരുമാനം ഉണ്ടായില്ലെങ്കിൽ PV അൻവർ മത്സര രംഗത്തുണ്ടാകുമെന്നും പ്രഖ്യാപിച്ചു. അൻവറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും തകൃതിയായി നടക്കുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം K സുധാകരൻ ഇന്നലെ മഞ്ചേരിയിലെത്തി PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ പരമാവധി സംരക്ഷിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കെല്ലാം താല്പര്യമുണ്ട്. ഞാനതിന് കൂടെയുണ്ട്. അൻവർ ഞാനും തമ്മിൽ പേഴ്സണൽ ബന്ധമുണ്ട്. വർഷങ്ങളായി പഴക്കമുള്ള പേഴ്സണൽ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് സ്നേഹമസൃതമായ ഒരു റിലേഷൻഷിപ്പ് ഐക്യജനാധിപത്യ മുന്നണിയിൽ അൻവറിനെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കും. ഇന്ന് ഉച്ചയോടെ അൻവർ PK കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലെത്തി. തന്റെ അഭ്യുദയകാംക്ഷിയാണ് PK കുഞ്ഞാലിക്കുട്ടി എന്നതുകൊണ്ട് അദ്ദേഹത്തെ വിവരങ്ങൾ ധരിപ്പിച്ചുവെന്ന് അൻവർ. ചർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ കാണാൻ വന്നതാണ്. അദ്ദേഹത്തെ കണ്ടു, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. PV അൻവറിന്റെ ഇപ്പോഴത്തെ നീക്കത്തിൽ UDF 2 തട്ടിലാണ്. സമ്മർദ്ദ രാഷ്ട്രീയത്തിന് വഴങ്ങേണ്ടതില്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. എന്നാൽ അൻവർ മത്സരിച്ചാൽ UDFന്റെ വിജയ സാധ്യതകളെ സാരമായി ബാധിക്കുമെന്ന് മറുവിഭാഗവും. ടീം 24 നിലമ്പൂർ.